ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നില്ലേ റെസ്റ്റോറൻറ്റിലും നമ്മൾ കല്യാണ വീട്ടിലൊക്കെ കിട്ടൂല ചിക്കൻ കുറുമ, അതിനേക്കാൾ നല്ല ഡബിൾ ടേസ്റ്റ് ആട്ടോ. വെറുതെ പറയല്ല, ഇതേപോലെ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നിങ്ങളിപ്പോൾ വിചാരിക്കും ഇതിന് മാത്രം എന്താണ് പറയാൻ മാത്രമേ ഉള്ളേന്ന്, പക്ഷേങ്കിൽ ഉണ്ടാക്കി നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, വെറുതെ പറയൂല കേട്ടോ. അപ്പോൾ അതിനെന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ കൈ ക്ലീൻ ചെയ്ത് വെച്ച് 600 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 15 ക്യാഷ്യൂ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. പിന്നെ 1 കപ്പ് രണ്ടാം പാലിലെ തേങ്ങേൻ്റെ കട്ടി കുറഞ്ഞത്, അതും 3/4 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് 2 ഉള്ളിയില്ലേ, അത് ഇതേപോലെ നേരിയതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും, 1 ടീസ്പൂൺ വെളുത്തുള്ളി കട്ട് ചെയ്തതും, 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഉള്ളിയില്ലേ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. വല്ലാണ്ട് അങ്ങ് കരിഞ്ഞു പോകരുത്, ഉള്ളി കരിയാണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് കളർ മാറി വരും കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഈ ഒരു കളറിലാട്ടോ എടുത്തത്. ഇതിൽ ഒരുപാട് കളർ മാറ്റാൻ നിൽക്കുന്നില്ല, അപ്പോൾ കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മൊത്തം മാറിപ്പോകും. ഇനിയിപ്പോൾ ഇത് ചൂട് തണിഞ്ഞിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരക്കുമ്പോൾ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. വെള്ളം കൂടി പോകരുത്. ഇനിയിപ്പോൾ ഇത് നല്ലോണം അരച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറുമ ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തന്നെ വെളിച്ചെണ്ണ വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 2 പീസ് പട്ടയും 3 ഏലക്കായും 4 ഗ്രാമ്പും കൂടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഈ ബൗളിലായതുകൊണ്ട് കേട്ടോ മൊത്തത്തിൽ നിങ്ങൾ കാണാത്തത്. ഈ പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ 1/4 ഗ്ലാസ് വെള്ളം അടുത്ത് തന്നെ വെക്കണം. തീ ഒന്നിക്ക് എന്താ പറയുക സിം ആക്കി വെക്കുക, അല്ലെങ്കിൽ തീ ഓഫ് ചെയ്യുക കേട്ടോ. ബിഗിനേഴ്സ് ആണെങ്കിൽ കരിഞ്ഞ് പോവരുത്. എന്താ പറയുക, വെള്ളം ഒഴിച്ചിട്ട് പൊടീൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലോണം വഴറ്റി കൊടുക്കണം കേട്ടോ. അതാ പറഞ്ഞ വെള്ളം നമ്മൾ അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ അത് എടുക്കാൻ പോകുന്ന സമയം കൊണ്ട് കരിഞ്ഞ് പോകില്ല കേട്ടോ. പൊടികളെല്ലാം ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും, അതിനെ കൊണ്ടാട്ടോ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഉള്ളിൻ്റെ പേസ്റ്റ് ഇല്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ മിക്സിയുടെ ജാറിൽ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് തിള വന്നാൽ നമ്മൾ തേങ്ങേൻ്റെ രണ്ടാം പാലില്ലേ കട്ടി കുറഞ്ഞത്, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലും കൂടിയുള്ള ചിക്കൻ ആട്ടോ എടുത്തത്. അതാവുമ്പോൾ നമ്മൾ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും നേരം ഉപ്പിട്ടിട്ടില്ല കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ചിക്കൻ ഒന്ന് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. 20 മിനിറ്റ് മതി. ആ സമയം കൊണ്ട് തന്നെ ചിക്കൻ നല്ലോണം കുക്കായിട്ട് കിട്ടും. ഇനിയിപ്പോൾ വേണ്ടത് എന്താ പറയുക, 20 മിനിറ്റിന് ശേഷം നമ്മൾ കറി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ക്യാഷ്യൂ സോക്ക് ചെയ്തില്ലേ, അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ആ വെള്ളത്തോട് കൂടി തന്നെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അത് വീഡിയോയിൽ മിസ്സായതാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ 3/4 കപ്പ് കട്ടിയുള്ള പാലില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ സമയത്ത് ഉപ്പും എരിവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കറി നമ്മളെന്താ പറയുക, ഓഫ് ചെയ്താൽ ഒന്നും കൂടി നല്ലോണം തിക്കായി വരും കേട്ടോ നമ്മൾ കറി എടുക്കുന്ന സമയത്തേക്ക്.
ഇനിയിപ്പോൾ ഇതാ ഒന്നാം പാൽ ഒഴിച്ചാൽ ഒരുപാട് തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് തിള വന്നാൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യാണ് എടുത്തത്. നിങ്ങൾക്ക് വേണേൽ വെളിച്ചെണ്ണ എടുക്കുക. നെയ്യാകുമ്പോൾ ഒന്നും കൂടി നമ്മൾ കറി നല്ല ടേസ്റ്റ് ആകും. കാഷ്യൂ ഇട്ടിട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് 2 പച്ചമുളക് ഇതേപോലെ കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ നമ്മളെ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത തന്നെ നമ്മളിത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളെപ്പോഴാണോ ഫുഡ് കഴിക്കുന്നത് ആ സമയം മിക്സ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മളെ കറി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. കാഷ്യൂ ഒഴിച്ചുകൊണ്ട് തന്നെ, കാഷ്യൂവിൻ്റെ പേസ്റ്റ് ഒഴിച്ചുകൊണ്ട് തന്നെ നല്ല തിക്കായി വരും കേട്ടോ. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് പയ്യെ സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. വെറുതെ പറയല്ല, അടിപൊളി ടേസ്റ്റാണ്. അത് നിങ്ങൾ ഉണ്ടാക്കിയാൽ മനസ്സിലാവും.